നാടിനെ സംബന്ധിച്ച് അതീവ നിർണായകമായ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരളം പല കാര്യങ്ങളിലും നല്ല യശസ് നേടി. അടിസ്ഥാന സൗകര്യത്തിലെ മാറ്റം നാടിന്റെ വികസനത്തിന് വഴിവെക്കുന്നതാണെന്നും മുഖ്യമന്ത്രി കണ്ണൂർ ചാവശ്ശേരിയിൽ പറഞ്ഞു. നാടിനും ജനങ്ങൾക്കും ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മുടെ നാട് പല കാര്യങ്ങളിലും നല്ല യശസ് നേടിയ ഒരു നാടാണ്. പക്ഷേ ഒരു ഘട്ടത്തിൽ നാട് തന്നെ വല്ലാതെ തകർന്നു പോയിരുന്നു. സർവ്വ മേഖലകളും തകർന്നിരുന്നു. കേരളത്തിന് ഇനി മാറ്റമൊന്നും ഉണ്ടാകില്ല എന്ന ആളുകൾ ചിന്തിക്കുന്ന അവസ്ഥ തന്നെ ഉണ്ടായിരുന്നു. കടുത്ത നിരാശ എല്ലാവരെയും ബാധിച്ച കാലം. ആ കാലമാണ് 2011-16 കാലം. നാട് മുഴുവൻ വല്ലാത്തൊരു നിരാശ ബാധിച്ച ഘട്ടം. ഇപ്പോൾ 2016 മുതൽ 2026 വരെയുള്ള 10 വർഷം നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു നില കൈവരിച്ചിരിക്കുകയാണ്. നമ്മൾ മാറ്റമില്ല എന്ന് കണക്കാക്കിയ മേഖലകളാകെ നല്ല രീതിയിൽ മാറിയിരിക്കുന്നു. നാടിന് കാലാനുസൃതമായ പുരോഗതി ഉണ്ടായിരിക്കുന്നു. ലോകം വലിയ തോതിൽ വികസിക്കുകയാണ്. കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചുള്ള വികസനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. വികസനം ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ LDF സർക്കാരിന് കഴിഞ്ഞുവെന്നും വികസന കാര്യങ്ങളിൽ ഒപ്പം ചേരേണ്ട കേന്ദ്ര സർക്കാർ നിഷേധാത്മക സമീപനമാണ് സ്വീകരിച്ചതെന്നും പിണറായി വിജയൻ പറഞ്ഞു. നമ്മോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടതാണല്ലോ കേന്ദ്ര ഗവൺമെൻറ്റും. ഏതൊരു നാടിൻ്റെ വികസനവും സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടിയാണ് നടത്തേണ്ടത്. ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ പങ്കാളിത്തം എന്തായിരുന്നു? അതീവ നിർഭാഗ്യകരമായ അവസ്ഥയാണ് നമ്മുടേത്. ആ പങ്കാളിത്തം അങ്ങേയറ്റം നിഷേധാത്മകമായിരുന്നു. നമ്മൾ ഈ ഘട്ടത്തിൽ ഏറ്റവും വലിയ ദുരന്തം നേരിട്ടവരാണല്ലോ. 2018 നൂറ്റാണ്ടിലെ മഹാപ്രളയം, തൊട്ടടുത്ത വർഷം അതിരൂക്ഷമായ കാലവർഷക്കെടുതി, ഒട്ടും ഇടവേളയില്ല കോവിഡ് മഹാമാരി, അതിനെല്ലാം മുൻപ് ഓക്കിയും നിപ്പയും. ഒരു നാട് തകരാൻ വേറെന്തെങ്കിലും വേണോ? നൂറ്റാണ്ടിലെ മഹാപ്രളയം നമ്മുടെ നാടിനെ തകർത്തെറിയുകയായിരുന്നു. ആ ഘട്ടത്തിൽ നമുക്ക് സഹായം വേണം. നമ്മൾ സ്വാഭാവികമായി കേന്ദ്രത്തെയാണ് സമീപിക്കുക. കേന്ദ്ര ഗവൺമെന്റാണ് സഹായിക്കേണ്ടത്. എവിടെയെല്ലാം ദുരന്തമുണ്ടായിട്ടുണ്ടോ ആ സംസ്ഥാനങ്ങളെല്ലാം കേന്ദ്രം സഹായിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആ സഹായം ലഭിച്ചില്ല. നമുക്ക് സഹായം നിഷേധിച്ചു. സഹായം നിഷേധിച്ചത് മാത്രമല്ല, കേരളത്തെ നെഞ്ചേറ്റിയ ചില രാജ്യങ്ങൾ ഞങ്ങൾ കേരളത്തെ സഹായിക്കാൻ തയ്യാറാണെന്ന് ഇന്ത്യ ഗവൺമെന്റിനെ അറിയിച്ചു. ഞങ്ങൾ സ്വീകരിക്കില്ല. ഇന്ത്യ ഗവൺമെന്റ് മറുപടി എന്തൊരു ക്രൂരമായ മനോഭാവമാണെന്ന് നോക്കണം. പേരാവൂർ മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിന് KK ശൈലജയെ വിജയിപ്പിക്കണമെന്നും അഭ്യർത്ഥിച്ച മുഖ്യമന്ത്രി അവർക്കൊപ്പം കൈയുയർത്തി ജനങ്ങളെ അഭിവാദ്യം ചെയ്യുകയും ചെയ്തു.